വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ഞങ്ങളൊരു സംരംഭം നിങ്ങളോട് എല്ലാവരോടും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നിങ്ങളുടെ മാധ്യമത്തിന്റെ ഒരു സഹായം ഞങ്ങൾക്ക് അമ്മമാരെ കണ്ടെത്തുന്ന ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രസ് മീറ്റ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. MLA DK പ്രശാന്തായിരുന്നു പ്രസ് മീറ്റ് നയിക്കാൻ വരാമെന്ന് പറഞ്ഞാൽ സമയത്ത് നൽകാൻ സാധിച്ചിട്ടില്ല. സമയം അടുത്തൊരു പ്രസ് മീറ്റുകളുള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് സമയം തുടങ്ങിയതുള്ളതുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ഗീത ഇന്റർനാഷണലിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഗീത രാധാകൃഷ്ണൻ. നവീൻ ശ്രീനിവാസൻ, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഇൻ ഗീത ഇന്റർനാഷണൽ. ഇത് പ്രദീപേട്ടനാണ്, ഞങ്ങളുടെ സുഹൃത്താണ്, മെഡിക്കൽ കോളേജിലെ സ്റ്റാഫാണ്. ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടി നമ്മുടെ മാനേജിംഗ് ഡയറക്ടറിനെ മാനേജിംഗ് ഡെവലപ്മെന്റ് മാനേജറെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ്. നമ്മളെല്ലാവരും ഒരു പക്ഷേ ലൈഫിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ്പോൺ ചെയ്യുന്ന നമ്മുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും കാര്യമായിരിക്കാം. പേഴ്സണലി പറഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടി എപ്പോഴും കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചു. പക്ഷെ അതിനിടയ്ക്ക് സുഹൃത്തുക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാറ്റിവെക്കാറുള്ളത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ പറയും കുഴപ്പമില്ല, അത് നമുക്ക് ഇനി പോകാനോ. അങ്ങനെ നമ്മളെല്ലാവരും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ അച്ഛനും അമ്മയും. ഈ ഒരു ഈവന്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സൊസൈറ്റിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് വെച്ചാൽ അച്ഛനമ്മമാർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ എന്തെങ്കിലും കാര്യം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ദയവായി സമയത്തിന് ചെയ്യുക. നാളെ ഒരു പക്ഷെ നമ്മളത് ചെയ്യാൻ ഇരിക്കുമ്പോഴത്തേക്കും അവര് ഈ ഭൂമിയിൽ ഉണ്ടാവണമെന്നില്ല. ഞാൻ ഇതിന്റെ പാർട്ടായിട്ട് ഇപ്പം 2 മാസം ആവുന്നുള്ളൂ. ഞാനിവിടെ ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ ഗീതാ മാമിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു, മാമിന്റെ അമ്മയ്ക്ക് എന്നും വിമാനത്തിൽ കയറണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മാം ഈ ട്രാവൽ ഫീൽഡിൽ 30 വർഷമായി. പക്ഷെ അപ്പൊ എപ്പോഴും മാം വിചാരിക്കും ഓക്കെ അമ്മയല്ലേ കൊണ്ടുപോവാം. പക്ഷെ അങ്ങനെ വിചാരിച്ച് അൺഫോർച്ചുനേറ്റ്ലി അമ്മ മരിച്ചുപോയി. ഓരോ തവണയും മാം വിമാനത്തിൽ കയറുമ്പോൾ ആ ഒരു ഹിസ്റ്ററി മനസ്സിലിങ്ങനെ വേദനയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ആശയത്തിൽ നിന്നാണ് നമ്മളിത് ഈ മദേഴ്സ് ഡേക്ക് വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള 10 അമ്മമാരെ നമ്മൾ ഓപ്പൺ ആയിട്ട്, അതിൽ ഒരു പാർഷ്യാലിറ്റി ഒരു ഓപ്പൺ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അറിയാവുന്ന മാക്സിമം മെസ്സേജസ് ഉണ്ടാക്കുക. ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽത്തിയായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന 10 അമ്മമാരെ ഫ്രീ ആയിട്ട് നമ്മൾ വിമാനത്തിൽ കയറി തിരുവനന്തപുരത്ത് കൊച്ചി കൊണ്ടുപോകും. കൊച്ചിയിൽ നമ്മളൊരു റൂംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരെ അന്ന് അവിടെ സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം വൈകിട്ട് വന്ദേ ഭാരത് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എടുക്കുകയാണ്. ഇത് നമ്മളൊരു CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ പാർട്ടായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത്തരം ആക്ടിവിറ്റീസ് ഇനിയും ഭാവിയിലും ഞങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിന്റെ ജസ്റ്റ് ഒരു എന്താണ് അന്നത്തെ നമ്മൾ ചെയ്യുന്നതെന്ന് പറയാം. മെയ് 11-ാം തീയതി ഞങ്ങൾ രാവിലെ 10 മണിക്ക് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ചെയ്യുന്നതാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഒരു ഈവൻ ഫ്ലാഗ് ഓഫ് കാണും. അതായത് വിശിഷ്ട ഉപയോഗിക്കുന്ന 12:05 ഇവിടെ ഇൻഡിഗോ ഫ്ലൈറ്റിൽ നമ്മൾ കയറി കൊച്ചിയിലെത്തും. കൊച്ചിയിൽ നമ്മളെ സ്വീകരിക്കാൻ ഒരു ഈവന്റ് മാനേജ്മെന്റ് ടീം അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവിടുന്ന് അവരെ ബസ്സിൽ AC ബസ്സിൽ നമ്മൾ താമസം എടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ ലഞ്ച് കൊടുത്ത് അവർക്ക് വിശ്രമിക്കാൻ സമയം കൊടുത്ത ശേഷം വൈകുന്നേരം മെറൈൻ ഡ്രൈവിൽ കൊണ്ടുപോയി അവരെ ഒരു 2 മണിക്കൂർ സൺസെറ്റ് ക്രൂസിൽ നമ്മൾ കൊണ്ടുപോകുന്നതാണ്. അതിനുശേഷം ഡിന്നർ കഴിഞ്ഞ് അക്കോമഡേഷനിൽ പോയി ഒരു ക്യാമ്പ് ഫയറും അവർ പറയാനുള്ള കഥകളോ കാര്യങ്ങളൊക്കെ കേട്ട് അന്നത്തെ ദിവസം അവിടെ സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കൊച്ചി മെട്രോയിൽ അവരൊന്ന് റൈഡ് കൊണ്ടുപോയി കൊച്ചിയുടെ മെയിൻ പാർട്സ് ഒക്കെ നമ്മൾ ബസ്സിനൊന്ന് കറക്റ്റ്. ഉച്ചയ്ക്ക് നമ്മളെല്ലാം അസംബിൾ ചെയ്ത് ലഞ്ചിന് ശേഷം കുറച്ച് വിശ്രമം കഴിഞ്ഞ ശേഷം വൈകിട്ട് 7:30 വന്ദേ ഭാരത് ട്രിവാൻഡ്രത്തേക്ക് കഴിഞ്ഞ് ഈ ഒരു ചെറിയൊരു പ്രോഗ്രാം സക്സസ് ആവാൻ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയും സഹകരണവും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും കാപ്പി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.